വയനാട്ടിലെ നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനുവിന്റെ മൃതദേഹം വെള്ളരി ഉന്നതിയിലേക്ക് കൊണ്ടുപോയി. മാനുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നാരോപിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുന്നിലും പ്രതിഷേധമുണ്ടായി. വെള്ളരി ഉന്നതിയിലായിരിക്കും സംസ്കാരം നടക്കുക. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഈ അടുത്തായി കാട്ടാന ആക്രമണം, അങ്ങനെ നിരവധി വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരാളുടെ കൂടി ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. നിലവിലെ അവസ്ഥ എന്താണ്? പ്രവിധ പ്രതിഷേധം തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന്റെ മുമ്പിലാണ്. ഇവിടെ UDF നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നേരത്തെ അല്പസമയം മുമ്പ് ഈ ആശുപത്രിക്ക് മുന്നിൽ ഒരു പ്രതിഷേധ പരിപാടി നടന്നിരുന്നു. അതായത് UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. അതായത് മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോ എത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് UDF പ്രവർത്തകർ ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം നടന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ വനംവകുപ്പിന്റെ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ എത്തിയത്. ഇവർ UDFന്റെ പ്രവർത്തകർ എല്ലാവരും ഇവിടേക്ക് എത്തി. ആ എത്തുന്ന ഘട്ടത്തിൽ ഇവിടെ UDFന്റെ നിയോജകമണ്ഡലം ചെയർമാൻ കൂടിയായിട്ടുള്ള രാജശേഖരൻ എത്തി. ആദ്യം രാജശേഖരനും മറ്റൊരു പ്രവർത്തകരും കൂടി ഈ ഓഫീസിന്റെ അകത്തേക്ക് കയറി അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ആക്കി എന്നുള്ളതാണ് ആക്ഷേപമായി ഉന്നയിക്കപ്പെടുന്നത്. പുറത്താക്കി. അത് CIക്കെതിരെയാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിഷേധം ഉന്നയിക്കുന്നത്. എന്തായാലും UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ ഇങ്ങനെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഈ മാനുവിന്റെ സംസ്കാര ചടങ്ങുകൾ വെള്ളരി ഉന്നതിയിലാണ് നടക്കുക. വെള്ളരി ഉന്നതിയിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ സംസാരിക്കുകയാണ്. രാമചന്ദ്രനും അവർ രണ്ടുപേരും വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന്റെ മുന്നിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് അവരെ കണ്ട് സംസാരിക്കാനുള്ള അധികാരമില്ലേ, റൈറ്റ് ഇല്ലേ? ഇവർ ഇവിടെ പൊതുപ്രവർത്തകരല്ലേ? UDFന്റെ നിയോജക മണ്ഡലം ചെയർമാൻ മാത്രമല്ല, അദ്ദേഹം ഇവിടുത്തെ അർബൻ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡിനെ കണ്ട് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹവുമായി സംസാരിക്കാനും വന്നപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ CI വന്ന് അദ്ദേഹത്തിൻ്റെ കോളർ പിടിച്ച് അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത് പോലെ ഓഫീസിൽ നിന്ന് വലിച്ചിഴച്ചുകൊണ്ട് റോഡിലേക്ക് തള്ളാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നിട്ടുള്ളത്? ഇതിനെതിരെയാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തേണ്ടത്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്താണ്? ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. ഉദ്യോഗസ്ഥന്മാർ ഉണർന്ന് പ്രവർത്തിക്കണം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറയണം, ഞങ്ങളിതാ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, ഞങ്ങൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, ആ പദ്ധതി ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയാൻ ധൈര്യം കാണിക്കും. അതല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് പറയട്ടെ, ഞങ്ങളൊരു പദ്ധതി കേന്ദ്രത്തിന് കൊടുത്തിട്ട് കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്ന് പറയട്ടെ. നിങ്ങൾ ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴും അവിടെ വന്ന് 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സമീപനത്തിലപ്പുറം അവിടെ ശാശ്വതമായി ഇനിയൊരു ജീവൻ പൊലിഞ്ഞു പോവാതെ അവിടെ ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഞങ്ങൾക്കറിയണം. ആ വിഷയമാണ് ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം. ഇതുതന്നെയാണ്. എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. UDFന്റെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ കാണാം. ശക്തമായ രീതിയിലുള്ള സമരം. നാളെ ഈ ഫാർമേഴ്സ് റിലീഫ് ഫോറം എന്നുള്ള സംഘടന വയനാട് ജില്ലയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താൽ ആഹ്വാനം ചെയ്ത് ആ നടപടിയിലേക്ക് അവരും പോകുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സ്വഭാവത്തിലേക്ക് വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. UDF ആണ് ഇപ്പോൾ പ്രധാനമായും പ്രതിഷേധവുമായി രംഗത്തുള്ളത്. നാളെ ഇപ്പോൾ ഹർത്താലും കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മാനുവിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക്, അത് വെള്ളരി ഉന്നതിയിലാണ് നടക്കുക. അത് പാട്ടവയൽ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ആ പ്രദേശത്താണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. പ്രവിധ, അതോടൊപ്പം തന്നെ സുർജിത്ത്, ഇപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണ് 1.5 വർഷത്തിനിടെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതായത് 1.5 മാസത്തിനിടയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കുന്നുണ്ട്. മുൻപ് നമ്മൾ ഇങ്ങനെ ഒരു വന്യജീവി ആക്രമണമൊന്നും വയനാട്ടിൽ കണ്ടിട്ടില്ല. വന്യജീവികളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതികരണം? ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? ഇവിടെ ഈ നിരവധി ആവശ്യങ്ങൾ ഈ നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നടപ്പിലാക്കി കൊടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്?
പ്രവിധ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആരോപിക്കുന്നത്. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരെ അവിടെ ഫെൻസിങ്, ട്രഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് ഉയർന്നു വരും. ഇപ്പോൾ നമ്മൾ ഈ ഉന്നതി, അതായത് ഈ പ്രശ്നമുണ്ടായിട്ടുള്ള ഈ ആക്രമണം നേരിട്ട കാപ്പാട് ഉന്നതി എന്ന് പറയുന്നത് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രദേശമാണ്. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ജനറൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി. അത് ഒരിക്കലും ഈ ആദിവാസി കുടുംബങ്ങൾ അതിൽ ബാധകമല്ല എന്നുള്ളതാണ് വ്യവസ്ഥ. അത് എന്തുകൊണ്ടാണ് ആ നിയമം ഉൾപ്പെടെ മാറേണ്ടതുണ്ട്, ആ ചട്ടം ഉൾപ്പെടെ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. കാരണം സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഒന്നാമത് നഷ്ടപരിഹാര തുക തന്നെ വളരെ ചെറുതാണ് എന്നുള്ള ആക്ഷേപം പൊതുവെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തുക എന്തുകൊണ്ടാണ് ട്രൈബൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളെ മാറ്റാത്തത് എന്നുള്ളതാണ്. ഈ ഉന്നതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലൈറ്റില്ല, കുടിവെള്ളമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു ഭാഗം കാട്, മറുഭാഗം തോട്ടം, അങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതായത് വനത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശം. അങ്ങനെ നൂൽപ്പുഴ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളും ആ വിധത്തിലുണ്ട്. ആളുകൾക്ക് സന്നദ്ധരാണ്, പക്ഷേ ഈ ട്രൈബൽ ആയിട്ടുള്ള ആളുകളെ മാറ്റാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സാഹചര്യം. അത് വലിയ രീതിയിലുള്ള വിമർശന വിധേയമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ട്രഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ, അതെല്ലാം തന്നെ പണികളെല്ലാം ഭാഗികമായി നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. വയനാട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. അതാണ് സുർജിത്ത്, ഇപ്പൊ നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തിന്റെ കാരണവും അത് തന്നെയാണ്. ഇപ്പം പ്രവിധ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഒരിക്കലും ഇല്ലാത്ത അത്രയും രീതിയിലാണ് ഈ റിപ്പോർട്ടുകൾ വളരെ കർശനമായി വന നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് അല്ലെ. കൂടുതൽ വന്യജീവികൾ പെറ്റുപെരുകുമ്പോൾ അതിനനുസരിച്ച് അവർ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് ഈ വന്യജീവികളുടെ ഒരു ആവാസം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഓരോരോ സ്ഥലമുണ്ട്. അവിടെ ആരാണോ ക്യാപ്റ്റൻ അല്ലെങ്കിൽ എന്താ ആർക്കാണ് ആധിപത്യം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ. അത് കഴിയുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോണം. ഇപ്പൊ പുലിയുടെയും കടുവയുടെയും ഒക്കെ കാര്യം അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് വരുമ്പോൾ അവർക്ക് മാറിപ്പോകുന്നത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഈ വന നിയമങ്ങളിൽ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ? ഒപ്പം മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ ജീവൻ, അതിന് സുരക്ഷയൊരുക്കാൻ ഈ പറഞ്ഞ ഫെൻസിങ് ആകട്ടെ, അത്തരത്തിലുള്ള ഒരു നടപടികൾ ഇതെല്ലാം പാതി വഴിയിൽ നിന്നു പോകുന്നു എന്നുള്ളത് വല്ലാതെ പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത്. കാരണം ചേർത്ത് വായിക്കണം നിയമസഭയിൽ ഇന്ന് വനമന്ത്രി പറഞ്ഞ കാര്യം. ഞാനത് പറയാൻ വരായിരുന്നു. അതായത് ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വനമന്ത്രി കൈമലർത്തുകയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ UDF മലയോര സംരക്ഷണ ജാഥ നടക്കുകയാണല്ലോ. അപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വനമന്ത്രി ആയിരുന്ന സമയത്ത് ആന വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ കടുവ വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു, പക്ഷെ അതൊക്കെ പാളിപ്പോയി, അപ്പം ഞാനത് വിട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ KPCC പ്രസിഡന്റിന്റെ ആ വാക്കുകൾ എടുത്ത് പരിഹസിച്ച ആളാണ് നമ്മുടെ വനമന്ത്രി. എന്നിട്ട് അദ്ദേഹം വനമന്ത്രി വീണ്ടും നിയമസഭയിൽ പറയാ ഇനി എന്താണ് ചെയ്യാൻ പറ്റില്ല എന്ന്.